Hi students, അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലിറ്റിക്കൽ മെത്തേഡ് ഫോർ മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി എന്താണ് മെറ്റാസെൻട്രർ എന്നും എന്താണ് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്നുള്ള കാര്യം നമ്മൾ നോക്കി. ഇനി നമുക്ക് അനാലിറ്റിക് മെത്തേഡ് വഴി നമുക്ക് മെറ്റാസെൻട്രിക് ഹൈറ്റ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പൊസിഷൻ ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഇൻ ഇക്വിലിബ്രിയം ആണ് ഈ പറയുന്ന ഫിഗറിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഈ എ എന്ന് പറയുന്ന ഫിഗർ പൊസിഷൻ ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഇൻ ഇക്വിലിബ്രിയം ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഫ്ലോട്ടിംഗ് ബോഡിക്ക് ഞാനൊരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ കൊടുക്കുകയാണ്. ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ കൊടുക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഞാനൊരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്നു. അങ്ങനെ അവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ ബിയിൽ ഉണ്ടായിരുന്ന അതിന്റെ സെന്റർ ഓഫ് ബോയൻസി നേരെ എങ്ങോട്ടേക്ക് മാറും? B1 മാറും. അങ്ങനെ അത് B1 മാറുമ്പോ ഈ B1 ആക്ട് ചെയ്യുന്ന ബോയിന്റ് ഫോഴ്സ്, അതായത് ഇവിടെയുള്ള ബോയിന്റ് ഫോഴ്സ് ഏതാണെന്ന് നമുക്കറിയാലോ, FB ആണ് ഇവിടെയുള്ള ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ബോയിന്റ് ഫോഴ്സിന്റെ ആക്സിസും ഈ ബോഡിയുടെ നോർമൽ ആക്സിസും കൂടെ ഒരു പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യും. ആ പോയിന്റ് ആണ് നമ്മുടെ മെറ്റാ സെന്റർ എന്ന് പറയുന്നത്. ഇനി ആ പോയിന്റും ആ M എന്ന് പറയുന്ന പോയിന്റും G വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ മെറ്റാ സെന്റർ ഹൈറ്റ്. G എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. ഓക്കെ, ഒരു ബോഡി ഉണ്ട്, ആ ബോഡി ഇക്വിലിബ്രിയത്തിലാണ്, ഫ്ലോട്ടിംഗ് ബോഡി അറ്റ് ഇക്വിലിബ്രിയം ആണ്. അതിലൊരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്നു. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ കൊടുക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഞാൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ അതിന്റെ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് B1 എന്ന പൊസിഷനിൽ നിന്നും B എന്ന പൊസിഷനിൽ നിന്നും B1 എന്ന പൊസിഷനിലോട്ട് ഷിഫ്റ്റ് ആവും. ആ ഷിഫ്റ്റ് ആവുന്ന സമയത്ത് അവിടെ ബോയിന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആക്സിസും അപ്പൊ ഇതാണ് ബോയിന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആക്സിസ് എന്ന് പറയുന്നത്. ആ ബോയിന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആക്സിസ് നോർമൽ ആക്സിസിനെ, അതായത് ബോഡിയുടെ നോർമൽ ആക്സിസ് നമുക്കറിയാലോ, ആ നോർമൽ ആക്സിസുമായിട്ട് ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. ആ പോയിന്റിനെയാണ് മെറ്റാ സെന്റർ എന്ന് പറയുന്നത്. അത് വിത്ത് റെസ്പെക്ട് ടു ആ പോയിന്റ് ആയിരിക്കും ആ ബോഡി എന്ത് ചെയ്യുക? ഓസിലേറ്റ് ചെയ്യുക, അല്ലെ? അപ്പൊ ആ പോയിന്റിനെയാണ് മെറ്റാ സെന്റർ എന്ന് പറയുക. ആ M എന്ന പോയിന്റും ആ ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ഹൈറ്റിനെയാണ് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോഴേ നമുക്ക് ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെയും ഒരു വെഡ്ജ് ഫോം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഒരു വെഡ്ജ് ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ രണ്ട് എൻഡിലും എന്ത് ഫോം ചെയ്തു? ഒരു വെഡ്ജ് ഷേപ്പ് പ്രിസം ഫോം ചെയ്തിട്ടുണ്ട്. അതായത് BOB' എന്നൊരു വെഡ്ജ് ഷേപ്പ് പ്രിസം ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് റൈറ്റ് സൈഡിൽ ഫോം ചെയ്തിരിക്കുന്നത്, അല്ലെ? BOB'. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? AOA' എന്നൊരു AOA' എന്ന് പറയുന്ന ഒരു വെഡ്ജ് ഷേപ്പ് പ്രിസവും എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ BOB', ലെഫ്റ്റ് സൈഡിൽ AOA' എന്ത് ചെയ്തിട്ടുണ്ട്? വെഡ്ജ് ഷേപ്പ് പ്രിസം അവിടെ ഫോം ചെയ്തു. രണ്ടും ഐഡന്റിക്കൽ പ്രിസമാണ്, അല്ലെ? ഇനി ഓർമ്മിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫോം ചെയ്ത റൈറ്റ് സൈഡിൽ ഫോം ചെയ്ത പ്രിസം BOB' എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് വാട്ടറിൽ സബ്മേർജ്ഡ് ആയിരിക്കും, അല്ലെ? വാട്ടറിൽ സബ്മേർജ്ഡ് ആയിട്ടുണ്ട്. ഇതാണെങ്കിലോ സർഫസിന് മുകളിലായിരിക്കും AOA'. ലെഫ്റ്റ് സൈഡിലുള്ള AOA' എന്ന് പറയുന്ന പ്രിസം അതെങ്ങനെ ഫോം ചെയ്തു? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് വന്നപ്പോൾ ഒരു പോർഷൻ നേരെ താഴോട്ട് പോയി. അത് മാത്രം കൺസിഡർ ചെയ്താൽ, അതായത് നോർമലി ഇതിന്റെ സെന്ററിലൂടെ നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കുമല്ലോ അതിന്റെ ലൈൻ എന്ന് പറയുന്നത്. നോർമലി ഇതായിരുന്നു അതിന്റെ ലൈൻ എന്ന് പറയുന്നത്, അല്ലെ? ഇത് ഞാൻ ഒരു ടിൽറ്റ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെങ്ങനെ മൂവ് ചെയ്യും? ഇങ്ങനെ മൂവ് ചെയ്യില്ലേ? അതാണ് ഇവിടെ ഈ വെഡ്ജ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് BOB' അതുപോലെ തന്നെ AOA' എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദിസ് വെഡ്ജസ് റെപ്രസെന്റ് എ ഗെയിൻ ഇൻ ബോയിന്റ് ഫോഴ്സ് ഓൺ ദ റൈറ്റ് സൈഡ്. അതായത് റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ഗെയിൻ ഇൻ ബോയിന്റ് ഫോഴ്സ് ആയിരിക്കും. കാരണം എങ്കിലല്ലേ അത് തിരിച്ച് മുകളിലേക്ക് പൊങ്ങി വരുള്ളൂ. ഇവിടെ ഒരു ഗെയിൻ ഇൻ ബോയിന്റ് ഫോഴ്സ്, അതാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് DFB എന്ന് പറയുന്നത്. അതായത് ചെറിയ എലമെന്റിലാണ്, ആ വെഡ്ജ് ഫോഴ്സിന് മാത്രമുള്ള, ഈ വെഡ്ജ് പോർഷന് മാത്രമുള്ള, ഈ ഒരു എലമെന്റൽ പോർഷന് മാത്രമുള്ള ആക്ട് ചെയ്യുന്ന ബോയിന്റ് ഫോഴ്സ് ആണ് DFB എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ഒരു എലമെന്റൽ ഏരിയയിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ബോയിന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിനെ ഞാൻ എന്ത് പറയും? DFB എന്ന് പറയും. ഇനി ഈ ആക്ട് ചെയ്യുന്ന റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന DFB എന്ന് പറയുന്നത് എന്താണ്? ഗെയിൻ ഇൻ ബോയിന്റ് ഫോഴ്സ് ആണ് റൈറ്റ് സൈഡിൽ ഉണ്ടാവുക. ആ ഗെയിൻ ഇൻ ബോയിന്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് തിരിച്ച് വീണ്ടും ഈ ഒബ്ജക്റ്റ് തിരിച്ച് മുകളിലേക്ക് വരുള്ളൂ, അല്ലെ? ഇല്ലെങ്കിൽ അത് സിങ്ക് ആയി പോകും. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴോ, ഇവിടെ വരുന്നത് എന്തായിരിക്കും? ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. അതായത് ലോസ് ഇൻ ബോയിന്റ് ഫോഴ്സ് ആയിരിക്കും ഈ സൈഡിൽ ഉണ്ടാവുക. AOA' എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക? ലോസ് ഇൻ ബോയിന്റ് ഫോഴ്സ് ആണ്. BOB' ഉണ്ടാവുക ഗെയിൻ ഇൻ ബോയിന്റ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. ഓക്കെ, എവിടെയാണ് ലോസ് ഇൻ ബോയിന്റ് ഫോഴ്സ് ഉണ്ടാവുന്നത്? എവിടെയാണ് ഗെയിൻ ഇൻ ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്? ഓക്കെ,
ഇനി നമുക്ക് അടുത്ത ബാക്കി ഡെറിവേഷൻ. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ട് ആ ഫിഗർ എങ്ങനെ വന്നു എന്നുള്ള കാര്യം, എങ്ങനെയാണ് നമ്മൾ അവിടെ ഫോഴ്സ് ബോയിൻ ഫോഴ്സ് വരുന്നുള്ള കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ബോയിൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബോഡിയുടെ, അതായത് ഈ വെഡ്ജിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ആയിരിക്കും അത് ആക്ട് ചെയ്യുക. അതുപോലെ ഇവിടെയും ആക്ട് ചെയ്തിരിക്കുന്നത് ഈ വെഡ്ജിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക, അവിടെയുള്ള എലമെന്റൽ, അതായത് ബി എന്ന് പറയുന്ന ബോയിൻ ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കപ്പിൾ ഫോം ചെയ്യൂലേ? ഇവിടെ എന്ത് ഫോം ചെയ്യുന്ന, ഒരു കപ്പിൾ ഫോം ചെയ്യുന്നു. ഒരെണ്ണം, അതായത് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡൗൺവേർഡും അടുത്ത പോയിന്റിൽ എങ്ങനെയായിരിക്കും, അപ്വേർഡും ആയിരിക്കും എന്ത് ചെയ്യുക, ബോയിൻ ഫോഴ്സ് ആക്ട് ചെയ്യുക. ഇവിടെ ഡൗൺവേർഡ് സൈഡിലും ഇങ്ങോട്ടേക്കാണെങ്കിൽ അപ്വേർഡ് സൈഡിലായിരിക്കും ബോയിൻ ഫോഴ്സ് ആക്ട് ചെയ്യുക, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വെസലിന് എന്ത് ചെയ്യുന്നുണ്ട്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു, അവിടെ റൊട്ടേറ്റ് ചെയ്യിക്കും, അല്ലെ? അതുപോലെ തന്നെ ഈ സെന്റർ ഓഫ് പോയിന്റ്സ് ഇവിടെ ബിയിൽ നിന്ന് B1 ഷിഫ്റ്റ് ആവുന്നില്ലേ? ബിയിൽ നിന്ന് B1 സെന്റർ ഓഫ് പോയിന്റ്സ് ഷിഫ്റ്റ് ആവുന്നുണ്ട്. അപ്പൊ ആ ഒരു ഷിഫ്റ്റിംഗ് കാരണം അവിടെ ഉണ്ടാകുന്ന മൊമെന്റം ഏത് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും അത് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫിഗർ എന്ന് പറയുന്നത്. ഫിഗറിന്റെ ഡീറ്റെയിൽസ് ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പൊ അവിടെ വെഡ്ജ് ഫോം ചെയ്യുന്ന കാര്യം പറഞ്ഞു. ആ വെഡ്ജ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്, ഒന്ന് ഈ പറയുന്നത് പോലെ ഡൗൺവേർഡ് ഡയറക്ഷൻ, അതായത് ഒരു വെഡ്ജിൽ ഉണ്ടാവുന്ന ബോയിൻ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, നേരെ മുകളിലേക്കായിരിക്കും. അത് റൈറ്റ് സൈഡിലാണ്, അവിടെ ഗെയിൻ ഇൻ ബോയിൻ ഫോഴ്സ് ആണ്. ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ലോസ് ഇൻ ബോയിൻ ഫോഴ്സ് ആണ്. അപ്പൊ അങ്ങനെ ഈ ഒരു ഫോഴ്സ് താഴോട്ടും ഒരു ഫോഴ്സ് മുകളിലോട്ടും, അപ്പൊ എന്തായി, അവിടെ കപ്പിൾ ഫോം ചെയ്തു. ആ കപ്പിൾ ഓട്ടോമാറ്റിക്കലി വെസൽ എന്ത് ചെയ്യുന്നു, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇനി ബാക്കി ഡീറ്റെയിൽ ഡെറിവേഷനിലോട്ട് പോവാം. അതുപോലെ തന്നെ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ തീറ്റയാണ്. അതുപോലെ തന്നെ ഈ ആംഗിളും തീറ്റയാണ്. ഇത് രണ്ടും, ഇത് അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും, തീറ്റ തന്നെ ആയിരിക്കും. ഓക്കെ, അത് ഓർമ്മിക്കണേ. ഇനി കൺസിഡർ ടുവേർഡ്സ് റൈറ്റ് ഓഫ് ദ ആക്സിസ് എ സ്മോൾ സ്ട്രിപ്പ് ഓഫ് തിക്നെസ് dx. ഇവിടെ ഇതിന്റെ റൈറ്റ് സൈഡ്, ഈ ആക്സിസിന്റെ റൈറ്റ് സൈഡിൽ ഞാനൊരു ചെറിയ സ്ട്രിപ്പ്, അത് പ്ലാൻ ആണ്, നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള വ്യൂ. ആ വുഡൻ ലോഗ് അല്ലെങ്കിൽ ആ ഒരു വെസൽ എന്താണോ അതിനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതായിരിക്കും, നമുക്ക് ഇങ്ങനെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക, അല്ലെ? അതാണ് അതിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ y എന്ന് പറയുന്ന ആക്സിസിൽ നിന്ന് x ഡിസ്റ്റൻസ് മാറി dx എന്ന് പറയുന്ന ഒരു എലമെന്റൽ സ്ട്രിപ്പ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇനി ആ എലമെന്റൽ സ്ട്രിപ്പിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ ഡിസ്റ്റൻസ്, അതായത് ഇപ്പൊ ഇത് ശരിക്കും നമ്മൾ വരുമ്പോഴേ ഇതിനെ ഞാൻ എന്ത് ചെയ്യുക, ഈ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഏരിയയിൽ ഞാൻ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിട്ട് ആ സ്ട്രിപ്പിന്റെ തിക്നെസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതാണ് തീറ്റ എന്ന് വിചാരിക്കുക. ഇവിടുന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയാണ് ആ സ്ട്രിപ്പ് എന്ന് വിചാരിച്ചോളാം. ഇവിടുന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയാണ് സ്ട്രിപ്പ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും അവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്, അല്ലെ? ഓക്കെ, ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, എക്സ് ഇൻറ്റു തീറ്റ ചെയ്താൽ പോരെ, അല്ലെ? കാരണം തീറ്റ, ഇപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് എടുക്കാണ്, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, എങ്ങനെ എനിക്ക് എഴുതാനായിട്ട് പറ്റും, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എനിക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് ആണ്, അല്ലെ? ഹൈറ്റ് ഡിവൈഡ് ബൈ എക്സ് ചെയ്താൽ മതി, ഹൈറ്റ് ഡിവൈഡ് ബൈ എക്സ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഹൈറ്റ് ഓഫ് ദ സ്ട്രിപ്പ് h is equal to എന്താണ്, എക്സ് ഇൻറ്റു ടാൻ തീറ്റ അല്ലേ? അപ്പൊ സിൻസ് തീറ്റ ഈസ് വെരി സ്മോൾ, ഞാൻ അതിൽ എന്തായിട്ട് എടുക്കുന്നു, എക്സ് ഇൻറ്റു ടാൻ തീറ്റയാണ്. തീറ്റ ഈസ് വെരി സ്മോൾ ആയതുകൊണ്ട് ഞാൻ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം, എക്സ് ഇൻറ്റു തീറ്റ എന്ന് എനിക്ക് അതിനെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, എക്സ് ഇൻറ്റു തീറ്റ എന്ന് ഞാൻ എഴുതി. അതാണ് ഹൈറ്റ് ഓഫ് ദ സ്ട്രിപ്പ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു BOB ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു തീറ്റ എന്ന് ഞാൻ അവിടെ എഴുതി. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് കണ്ടുപിടിച്ചൂടെ, ഹൈറ്റ് ഇൻറ്റു തിക്നെസ് ആണ് ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് എന്ന് പറയുന്നത്, അല്ലെ? സോ എക്സ് ഇൻറ്റു തീറ്റ ഇൻറ്റു dx. ഇഫ് L is the length of the floating body, L ലെങ്ത് ആണെങ്കിൽ, അപ്പൊ ഇവിടെ ഏരിയ കിട്ടി, എനിക്ക് ലെങ്ത് കൂടെ കിട്ടിയാൽ വോളിയം കണ്ടുപിടിക്കാമല്ലോ. വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു L ആണ് വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ഏരിയ എന്താ, എക്സ് ഇൻറ്റു തീറ്റ, അല്ലെ? ഇനി തീറ്റ ഇൻറ്റു dx എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുക, ഏരിയ എന്ന് പറയുന്നത്. ഇൻറ്റു വോളിയം എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇൻറ്റു L കൂടെ വരും, അല്ലെ? ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് എന്ന് വെച്ചാൽ ഹൈറ്റ് ഇൻറ്റു തിക്നെസ് ആണ്. ഹൈറ്റ് എക്സ് ഇൻറ്റു തീറ്റ ഇൻറ്റു തിക്നെസ് dx ആണ്. L ലെങ്ത് കൂടെ കിട്ടിയാൽ വോളിയം കണ്ടുപിടിക്കാം. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം എന്ന് പറയുന്നത്. therefore x ഇൻറ്റു തീറ്റ ഇൻറ്റു L ഇൻറ്റു dx. ഇനി അങ്ങനെയാണെങ്കിൽ വെയിറ്റ് കണ്ടുപിടിക്കാലോ. വെയിറ്റ് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ എന്താ, വെയിറ്റ് W ഈസ് ഈക്വൽ ടു എന്താണ് എക്സ്പ്രഷൻ, W ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു V എന്ന് പറയുന്നതാണ് എക്സ്പ്രഷൻ, അല്ലെ? അവിടെ വോളിയം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചില്ലേ. വോളിയം എത്ര കിട്ടി നമുക്ക്,
എക്സ് ഇൻറ്റു തീറ്റ ഇൻറ്റു എൽ ഡി എക്സ് ആണ്. അപ്പൊ റോ ജി ഇൻറ്റു എക്സ് ഇൻറ്റു തീറ്റ ഇൻറ്റു എൽ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് കിട്ടി? വെയിറ്റ് ഓഫ് ദ സ്ട്രിപ്പ് കിട്ടി. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഈ ഹൈറ്റ് കണ്ടുപിടിക്കുന്നതിലാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് ഒരു പോയിന്റ് മാറിയായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ പോയിന്റ് എങ്കിൽ ഇവിടെ ആയിരിക്കും ഞാൻ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. അപ്പൊ ഞാൻ ടിൽറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി എങ്ങനെയാ വരുന്നത്? ഇങ്ങനെയല്ല ഇത് ടിൽറ്റ് ആവുന്നത്. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? തീറ്റയാണ് അല്ലെ? ഇവിടെ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയാണല്ലോ ഞാൻ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പൊ സ്ട്രിപ്പിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതായിരിക്കും സ്ട്രിപ്പിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. എങ്ങനെ കണ്ടുപിടിക്കാം? ടാൻ തീറ്റ എടുത്താൽ മതി. സിൻസ് തീറ്റ വളരെ സ്മോൾ ആയതുകൊണ്ട് ടാൻ തീറ്റ എടുക്കുമ്പോൾ എനിക്ക് ഇവിടെ എന്ത് കിട്ടും? h ഡിവൈഡ് ബൈ എക്സ് എന്ന് കിട്ടും. സിൻസ് തീറ്റ ഈസ് വെരി സ്മോൾ, h ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു തീറ്റ എന്ന് എനിക്ക് എന്ത് ചെയ്യാം? അവിടെ എഴുതാം. ഓക്കെ, അതാണ് എക്സ് ഇൻറ്റു ആംഗിൾ ബി ഒ ബി ഡാഷ് എന്ന് എഴുതിയിരിക്കുന്നത്. ആംഗിൾ ബി ഒ ബി ഡാഷ് എന്ന് അവിടെ എഴുതിയത്. ഓക്കെ, അപ്പൊ വെയിറ്റ് ഓഫ് ദ സ്ട്രിപ്പും എനിക്ക് ഇവിടെ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റി. Similarly, if a small strip of thickness dx at a distance x from O towards the left of the axis is considered. ഇതേപോലെ ഇപ്പൊ ഞാൻ റൈറ്റ് അല്ലേ കൺസിഡർ ചെയ്തേക്കുന്നത്, ഇനി അതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്? ലെഫ്റ്റ് സൈഡും കൂടെ എന്ത് ചെയ്യുന്നു? ഇതേപോലെ ഒരു ചെറിയ സ്ട്രിപ്പ് ഞാൻ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിച്ചോ. ലെഫ്റ്റ് സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതുപോലെ തന്നെ ഒരു ചെറിയ സ്ട്രിപ്പും കൂടെ ഞാൻ എന്ത് ചെയ്യാണ്? ലെഫ്റ്റ് സൈഡിലും കൂടെ എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് ദ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കും? റോ ജി എക്സ് ഇൻറ്റു തീറ്റ ഇൻറ്റു എൽ ഡി എക്സ് തന്നെയല്ലേ? എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ ഈ തീറ്റ എന്ന് പറയുന്ന ഈ ആംഗിളും സെയിം തന്നെയാണ്, ഒരു മാറ്റവും. ലെങ്ത് സെയിം ആണ്. എലമെന്റ് സ്ട്രിപ്പ് ഞാൻ എടുത്തതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ് എടുക്കുന്നു? അവിടെയും ഡി എക്സ് എന്ന് പറയുന്നത് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ വെയിറ്റ് ഓഫ് ദ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? വെയിറ്റ് ഓഫ് ദ സ്ട്രിപ്പ് ഡബ്ല്യു ഈസ് ഈക്വൽ, എനിക്ക് എങ്ങനെ എഴുതാം? റോ ഇൻറ്റു ജി ഇൻറ്റു എക്സ് ഇൻറ്റു തീറ്റ ഇൻറ്റു എൽ ഡി എക്സ് എന്ന് എനിക്ക് എഴുതാം. റോ ഇൻറ്റു എക്സ് ഇൻറ്റു തീറ്റ ഇൻറ്റു എൽ ഡി എക്സ്. The two weights are acting in the opposite direction and hence constitute a couple. അപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്ട്രിപ്പ് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് സൈഡും, ഒരു സൈഡിൽ താഴേക്കും അടുത്ത സൈഡിൽ മുകളിലേക്കുമാണ് ഇത് ആക്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയാണ് എങ്കിൽ അവിടെ എന്തുണ്ട്? ഒരു കപ്പിൾ ഫോം ചെയ്തു. ഇനി ആ മൊമെന്റ് ഓഫ് കപ്പിൾ ഓഫ് ദിസ് കപ്പിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ? എങ്ങനെയാ? വെയിറ്റ് ഓഫ് ഈച്ച് സ്ട്രിപ്പ്, ഓരോ സ്ട്രിപ്പിന്റെയും വെയിറ്റ് നമ്മളിവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു അല്ലെ? ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു വെയിറ്റ്സ്. ഈ രണ്ട് വെയിറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടെ കണ്ടുപിടിക്കുക. അപ്പൊ വെയിറ്റ് നമുക്ക് അറിയാമല്ലോ, റോ ജി എക്സ് ഇൻറ്റു തീറ്റ ഇൻറ്റു എൽ ഡി എക്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നത് ഈ ആക്സിസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയാണ് സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ആക്സിസിൽ നിന്ന് ഇങ്ങോട്ടും എന്ത് തന്നെയാണ്? എക്സ് ഡിസ്റ്റൻസ് മാറി തന്നെയാണ് ഞാൻ അവിടെ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? എക്സ് പ്ലസ് എക്സ് അല്ലേ വരിക? സോ ഈസ് ഈക്വൽ ടു 2x അല്ലേ? സോ റോ ജി ഇൻറ്റു എക്സ് ഇൻറ്റു തീറ്റ ഇൻറ്റു എൽ ഡി എക്സ് ഇൻറ്റു 2x എന്ന് വരും അല്ലെ? അത് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 2 റോ ജി എക്സ് സ്ക്വയർ തീറ്റ ഇൻറ്റു എൽ ഡി എക്സ് എന്ന് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എഴുതാനായിട്ട് പറ്റും. മൊമെന്റ് ഓഫ് ദ കപ്പിൾ ഫോർ ടു ഓൾ വെഡ്ജ്. ഇനി അടുത്ത് ഞാനിപ്പോ എടുത്തേക്കുന്നത് ചെറിയ ഒരു പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലെ? ഒരു ചെറിയ പോർഷൻ എടുത്തിട്ടുള്ളൂ. ഇനി ആ വെഡ്ജ് മൊത്തം കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? അവിടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 2g x സ്ക്വയർ തീറ്റ എൽ ഇൻറ്റു ഡി എക്സ് എന്ന് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എഴുതാനായിട്ട് പറ്റും. Moment of couple due to shifting of center of buoyancy from B to B1. ഇനി അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പം ആ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സ് കാരണം, ആ വെഡ്ജിലും ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന കപ്പിളാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് അല്ലെ? വെയിറ്റ് കാരണം ഉണ്ടാകുന്ന കപ്പിളാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ എന്തുകൊണ്ടെന്ന് പറഞ്ഞു? മൊമെന്റ് ഓഫ് കപ്പിൾ ഡ്യൂ ടു ഷിഫ്റ്റിംഗ് ഓഫ് സെന്റർ ഓഫ് ബോയൻസി. സെന്റർ ഓഫ് ബോയൻസി ബിയിൽ നിന്ന് B1ലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഒരു മൊമെന്റ് ഓഫ് കപ്പിൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയല്ല, അതെങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ബി ഇൻറ്റു ബി B1 അല്ലെ? എഫ് ബി ഇൻറ്റു ബി B1 ആണ്. ഇനി എഫ് ബി ഇൻറ്റു ബി B1 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് തന്നല്ലോ. ഈ ഡിസ്റ്റൻസ് ബി B1 ആണ് എങ്കിൽ എനിക്കറിയാം ഈ ആംഗിൾ എന്ന് പറയുന്നത് ഞാൻ എന്തായിട്ട് എടുത്തു? ഞാൻ അത് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാണ് എം എന്ന് പറയുന്നത്. ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇനിഷ്യലി എന്തായിരുന്നു? ഇവിടെ ആയിരുന്നു, ബിയിലായിരുന്നു. അതിനുശേഷം നേരെ എങ്ങോട്ടേക്ക് പോയി? B1 പോയി. ഓക്കെ, B1 പോയി. അപ്പൊ അവിടെ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് എന്താ? ഇതാണ് ഫോഴ്സ് എഫ് എന്ന് പറയുന്നത്. ഫോഴ്സ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായി? B1 ആണെന്നുള്ള കാര്യം ഞാൻ എഴുതി. B ഇൻറ്റു B1 ആണെന്ന് എഴുതി. ഇനി ആ B1 എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആംഗിൾ തീറ്റ, ഇത് റൈറ്റ് ആംഗിൾ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം കേട്ടോ. ശരി, അപ്പൊ B1 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? BM ഇൻറ്റു തീറ്റ എന്നുള്ളത് നമുക്ക് എഴുതാനായിട്ട് പറ്റും അല്ലെ? ഓക്കെ, നേരത്തെ ചെയ്തതുപോലെ തന്നെ ടാൻ തീറ്റ എടുത്തങ്ങ് ചെയ്താൽ മതി. ഇനി അതുപോലെ തന്നെ എഫ് ബി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? അവിടെയുള്ള വെയിറ്റിന് ഈക്വൽ ആയിരിക്കും അല്ലെ? എഫ് ബി ഈസ് ഈക്വൽ ടു W ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ബോയിന്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ആണെന്നുള്ള കാര്യം അറിയാം. അപ്പൊ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? W ഇൻറ്റു BM ഇൻറ്റു തീറ്റ എന്ന് എഴുതാം അല്ലെ? ഇനി ഈ രണ്ട് കപ്പിളും ഈക്വൽ ആണ് എന്നുള്ള കാര്യം, രണ്ടും സെയിം ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ W ഇൻറ്റു BM ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് ഇന്റഗ്രൽ റോ ജി എക്സ് സ്ക്വയർ തീറ്റ ഇൻറ്റു എൽ ഡി എക്സ് അല്ലെ?
Okay, from that W into Bm into theta is equal to 2 rho g theta എനിക്ക് പുറത്തെടുക്കാം into x square L dx എന്ന് എനിക്ക് എഴുതാം. അതിനെ വീണ്ടും ഞാൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? W into Bm is equal to തീറ്റയും എന്തായി പോയി? ക്യാൻസൽ ആയി പോയി. is equal to 2 rho g into integral x square L dx എന്ന് കിട്ടി. Now L dx is equal to എന്താ? Elemental area on the water line shown in the figure is equal to dA. ഇനി L dx എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു elemental area ആണ് അല്ലെ? L dx എന്ന് പറഞ്ഞാൽ ഈ elemental area ആണ്. അതിനെ ഞാൻ എങ്ങനെ എടുക്കുന്നു? dA എന്ന് എടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് എങ്ങനെ എഴുതാം? W into Bm is equal to 2 rho g into x square dA എന്ന് എനിക്ക് എഴുതാലോ. From figure it is clear that 2 into integral x square dA is the second moment of area of the plant of the body at water surface about the axis y ആണെന്നുള്ള കാര്യം അറിയാം. എന്താണ്? 2 into x square dA എന്ന് പറയുന്നത്, integral x square dA എന്ന് പറയുന്നത് എന്താണ്? second moment of area of the plant. ഈ plant second moment of area ആണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ? അപ്പൊ W into Bm is equal to rho g into എനിക്ക് എങ്ങനെ എഴുതാം? L എന്ന് എനിക്ക് എഴുതാം അല്ലെ? W into Bm is equal to rho g into L അല്ല I എന്നാണ് കേട്ടോ. W ഇതിന്റെ moment of inertia അല്ലേ? അപ്പം W into Bm is equal to rho g into I എന്ന് എനിക്ക് എഴുതാം. So from that Bm is equal to rho g into I the whole divided by W എന്ന് എഴുതിക്കൂടെ? Bm is equal to rho g into I the whole divided by W എന്ന് എനിക്ക് എഴുതാം. ഇനി W is equal to എങ്ങനെയാ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, അത് ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. സോ W into Bm എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കിട്ടി? Bm is equal to rho g into 2 into integral x square dA എന്ന് പറയുന്നത് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ ആണ്. സോ is equal to ഞാൻ I എന്ന് എഴുതി, I എന്ന് ഡിനോട്ട് ചെയ്തു. From that Bm is equal to Bm എന്ന് പറഞ്ഞാൽ ഏത് ഡിസ്റ്റൻസ് ആണെന്ന് ഓർമ്മിച്ചോളണേ, മെറ്റാ സെന്ററും അതുപോലെ സെന്റർ ഓഫ് ബോയൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ rho g into I the whole divided by W. Clear അല്ലേ? Okay, whole divided by W. Then അപ്പൊ W എന്ന് വെച്ചാൽ എന്താ? weight of the body ആണ് W എന്ന് പറയുന്നത്. ഇനി ഈ W is equal to ഈ W നമുക്ക് എങ്ങനെ പറയാം? weight of fluid displaced by the body അല്ലെ? ഇവിടെ എത്ര ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ആയി അതിന് ഈക്വൽ അല്ലേ ആ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ rho g into volume of fluid displaced by the body എന്ന് എഴുതാമല്ലോ. rho g into volume of fluid displaced by the body. So ഇനി ആ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? വോളിയം ഓഫ് ബോഡി സബ്മർജ്ഡ് ഇൻ വാട്ടർ അല്ലേ? എത്രയാണോ സബ്മർജ്ഡ് ആയത് അത്രയും വോളിയം ഓഫ് വാട്ടർ അല്ലേ പുറത്തോട്ട് പോയിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ rho g into volume of fluid displaced by the body എന്ന് പറയുന്നത് വോളിയം ഓഫ് ബോഡി സബ്മർജ്ഡ് ഇൻ വാട്ടർ ആയിരിക്കും. അപ്പൊ എങ്ങനെ എഴുതാം? rho g into volume of body submerged in water. ഇതാണ് സബ്മർജ്ഡ് വോളിയം ഡിനോട്ട് ചെയ്യുക. സോ rho g into submerged volume. അപ്പൊ Bm is equal to rho g into I divided by rho g into submerged volume ആണല്ലോ. rho g and rho g will get cancelled. Therefore I by submerged volume is equal to എന്താണ്? Bm ആണെന്നുള്ള കാര്യം കിട്ടി തന്നല്ലോ. ഇനി gm എന്ന് പറയുന്നത് അതായത് മെറ്റാസെൻട്രിക് ഹൈറ്റും അല്ലെങ്കിൽ mg എന്ന് പറയുന്നത്, മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ഫിഗറിൽ നിന്ന് എഴുതാൻ പറ്റുന്നത്, ഈ ഒരു ഫിഗറിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മെറ്റാസെൻട്രിക് ഹൈറ്റ് mg എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് bm അല്ലെ? bm എന്ന് പറയുന്ന ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്താൽ മതി? bg മൈനസ് ചെയ്താൽ പോരെ അല്ലെ? അതല്ലേ mg അല്ലെങ്കിൽ gm എന്ന് പറയുന്നത് അല്ലെ? മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ Bm എന്ന് പറയുന്നത് എന്തായിട്ട് എനിക്ക് കിട്ടി? I by submerged volume എന്ന് കിട്ടിയില്ലേ? I by submerged volume എന്ന് കിട്ടി. I by submerged volume minus Bg. Okay, this is the method for determining metacentric height. ഇങ്ങനെയാണ് നമ്മൾ അനാലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ഡിറ്റർമിൻ ചെയ്യുക? മെറ്റാസെൻട്രിക് ഹൈറ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.